സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. KSKTU ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KS ശങ്കരന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. KSKTU ഏരിയ ട്രഷറർ PN അനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായിരുന്നു KS ശങ്കരൻ. ചുള്ളിക്കാട് വെച്ച് നടന്ന ദിനാചരണത്തിൽ KSKTU ഏരിയ ട്രഷറർ PN അനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KU പ്രദീപ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് രജനി നന്ദകുമാർ, മേഖലാ കമ്മിറ്റി അംഗം KK റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കർഷക തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ ദിനാചരണത്തിൽ പങ്കെടുത്തു. KS ശങ്കരന്റെ 1ാമത് ചരമവാർഷികം ഇന്ന് സമുചിതമായി നമ്മുടെ ജില്ലയിലെമ്പാടും ആചരിക്കുകയാണ്. ഏറ്റവും നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ തന്നെ ഏറ്റവും തലമുതിർന്ന കർഷക തൊഴിലാളി നേതാവായിരുന്ന ശങ്കരേട്ടൻ നിരവധി ത്യാഗോചരമായ പോരാട്ടങ്ങളിലൂടെയാണ് ഈ പാർട്ടിയുടെയും യൂണിയന്റെയും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലേക്കും യൂണിയന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കും തന്നെ കടന്നു വന്നത്. വേലൂര് മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരമാണെങ്കിലും, വേലൂരെ തന്നെ മിച്ചഭൂമി സമരമാണെങ്കിലും, അതുപോലെ തന്നെ കടങ്ങോട് AKG മിച്ചഭൂമി സമരം ഉൾപ്പെടെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് ഏകദേശം 7 വർഷവും 8 മാസക്കാലം ജയിൽവാസം കൂടി അനുഭവിക്കുന്നതാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു. കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1 ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.